അവസാനമായി സ്വർഗത്തിൽ കയറുന്ന ചില ആളുകളുണ്ട്. ചില മുഅ്മിനീങ്ങൾ അവർ നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് അതിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരപ്പെടുകയും അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യും. അവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായ ഹദീസിൽ അറിയിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, യബ്ഖാ റജുലുൻ ബൈനൽ ജന്നതി വന്നാർ, ഒരു മനുഷ്യൻ അയാൾ സ്വർഗത്തിനും നരകത്തിനും ഇടയിൽ ബാക്കിയാകും. വഹുവ ആഖിറു അഹ്ലിൻ നാരി ദുഖൂലനിൽ ജന്നഹ്, അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്നയാൾ അയാളാണ്. അയാൾ മുഖ്ബിലുൻ ബിവജ്ഹിഹി ഖിബലൻ നാർ, നരകത്തിന്റെ ഭാഗത്തേക്ക് മുഖം തിരിച്ചുകൊണ്ടാണ് അയാൾ നിൽക്കുന്നത്. നരകത്തിൽ നിന്ന് വളരെ പ്രയാസപ്പെട്ട് നരകത്തിന്റെ തിരമാലകളിൽ വീണും മറിഞ്ഞും വളരെ പ്രയാസപ്പെട്ടാണ് അയാൾ നരകത്തിൽ നിന്ന് പുറത്തു കടന്നത്. എന്നിട്ട് അയാൾ നരകത്തിന്റെ ഭാഗത്തേക്ക് നോക്കിയാണ് നിൽക്കുന്നത്. സ്വർഗം അയാളുടെ പിന്നിലാണ്, നരകം അയാളുടെ മുൻപിലുണ്ട്. അയാൾ പറയും, യാ റബ്ബി ഇസ്റിഫ് വജ്ഹി അനിൻ നാർ, അല്ലാഹുവേ എന്റെ മുഖം നീ നരകത്തിന്റെ ഭാഗത്ത് നിന്നൊന്ന് തിരിച്ചു നൽകണം. ഖദ് ഖശബനി റീഹുഹാ വഅഹ്റഖനി ദകാഉഹാ, നരകത്തിലെ കാറ്റ് അത് എന്നെ കരിച്ചു കളഞ്ഞിരിക്കുന്നു, അത് എന്നെ നശിപ്പിച്ചിരിക്കുന്നു, എന്റെ ശരീരത്തിൽ വിഷം പുരട്ടുന്നുണ്ട് നരകത്തിന്റെ കാറ്റ്. വഅഹ്റഖനി ദകാഉഹാ, അതിന്റെ ചൂട് എന്നെ കരിച്ചു കളയുന്നു. ഫയഖൂൽ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, ഹൽ അസൈത ഇൻ ഫുഇല ദാലിക ബിക അൻ തസ്അല ഗൈറ ദാലിക, നിനക്ക് അത് നൽകിയാൽ, നീ ചോദിക്കുന്നത് നൽകിയാൽ, നരകത്തിൽ നിന്ന് നിന്റെ മുഖം തിരിച്ചു നിർത്തിയാൽ പിന്നെ നീ വല്ലതും എന്നോട് ചോദിക്കുമോ, മറ്റെന്തെങ്കിലും കാര്യം? അപ്പോൾ അയാൾ പറയും, ലാ വഇസ്സതിക, അല്ലാഹുവേ നിന്റെ പ്രതാപം തന്നെ സത്യം, ഞാൻ ഇനി ഒന്നും ചോദിക്കുകയില്ല. ഫയുഅതില്ലാഹ മാ യശാഉ മിൻ അഹ്ദിൻ വമീസാഖ്, അങ്ങനെ അയാൾ ധാരാളക്കണക്കിന് കരാറുകളും ഉടമ്പടികളും അള്ളാഹുവിന് നൽകും. ഞാൻ അങ്ങനെ ചെയ്യാം, ഒരിക്കലും ചോദിക്കുകയില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നത്ര കരാറുകൾ അയാൾ അള്ളാഹുവുമായി നൽകും, അള്ളാഹുവുമായി നടത്തും. ഫയസ്രിഫുല്ലാഹു വജ്ഹഹു അനിൻ നാർ, അങ്ങനെ അള്ളാഹു അയാളുടെ മുഖം നരകത്തിൽ നിന്ന് തിരിച്ചു വെക്കും. ഫഇദാ അഖ്ബല ബിഹി അലൽ ജന്നഹ് റഅ ബഹജതഹാ, അങ്ങനെ അയാൾ സ്വർഗത്തിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കും. അപ്പോൾ അയാൾ സ്വർഗത്തിന്റെ ഭംഗി, അതിന്റെ മനോഹാരിത അയാളുടെ കണ്ണുകൊണ്ട് കാണും. അങ്ങനെ അയാൾ അത് കണ്ടു കഴിഞ്ഞാൽ സകത മാ ഷാ അല്ലാഹു അൻ യസ്കുത്, അല്ലാഹു ഉദ്ദേശിക്കുന്നത് വരെ അയാൾ മിണ്ടാതിരിക്കും, അയാൾ നിശബ്ദനായിരിക്കും. സുമ്മ ഖാൽ, എന്നിട്ട് അയാൾ ചോദിക്കും, യാ റബ്ബി ഖദ്ദിംനി ഇൻദ ബാബിൽ ജന്നഹ്, അല്ലാഹുവേ എന്നെ നീ സ്വർഗത്തിന്റെ വാതിലിന്റെ അരികിൽ, വാതിലിന്റെ അടുക്കൽ അവിടേക്കൊന്ന് നിർത്തണം. ഫയഖൂലു അല്ലാഹു ലഹ്, അപ്പോൾ അല്ലാഹു അയാളോട് പറയും, അലൈസ ഖദ് അഅതൈതൽ ഉഹൂദ വൽ മീസാഖ്, നീ ഞാനുമായി ധാരാളം കരാറുകൾ നൽകിയ ആളല്ലേ. അല്ലാ തസ്അല ഗൈറ അല്ലദീ കുൻത സഅൽത, കുറച്ചു മുൻപ് നീ ചോദിച്ചതല്ലാതെ മറ്റൊന്നും ചോദിക്കുകയില്ല എന്ന് നീ എനിക്ക് വാക്ക് നൽകിയതല്ലേ. ഫയഖൂലു യാ റബ്ബി ലാ അകൂനു അഷ്ഖാ ഖൽഖിക്, അല്ലാഹുവേ നിന്റെ അടിമകളിൽ ഏറ്റവും നിർഭാഗ്യവാനായി നീ എന്നെ മാറ്റരുത്. സുബ്ഹാനല്ലാഹ്, അയാൾ നരകത്തിൽ നിന്ന് പുറത്തു കടന്നിട്ടേ ഉള്ളൂ. അയാൾ അള്ളാഹുവിനോട് പറയുന്നത് എന്താണ്? യാ റബ്ബി ഹത്താ ലാ അകൂന അഷ്ഖാ ഖൽഖിക്, അള്ളാഹുവേ നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും നിർഭാഗ്യവാനായി ഞാൻ മാറാതിരിക്കുന്നതിനു വേണ്ടി ഒന്ന് സ്വർഗത്തിന്റെ അടുക്കലൊന്ന് എത്തിക്കാൻ എനിക്ക് നീ അവസരം നൽകണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അയാളോട് പറയും, ഫമാ അസൈത ഇൻ ഉഅതീത ദാലിക അല്ലാ തസ്അല ഗൈറഹ്, ഞാൻ ഇത് നിനക്ക് നൽകിയാൽ ഇനി മറ്റു വല്ലതും നീ എന്നോട് ചോദിക്കുമോ? ഫയഖൂലു ലാ വഇസ്സതിക്, അയാൾ പറയും, അല്ലാഹുവേ നിന്റെ പ്രതാപം തന്നെ സത്യം, ഞാൻ ഇനിയൊന്നും ചോദിക്കുകയില്ല. ലാ അസ്അലു ഗൈറ ദാലിക്, ഇതല്ലാതെ ഇനി ഒന്നും ഞാൻ ചോദിക്കുകയില്ല. ഫയുഅതി റബ്ബഹു മാ ശാഅ മിൻ അഹ്ദിൻ വമീസാഖ്, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് അയാൾ ഉദ്ദേശിക്കുന്നത്ര കരാറുകൾ ചെയ്യും അല്ലാഹുവുമായി. ഫയുഖദ്ദിമുഹു ഇലാ ബാബിൽ ജന്നഹ്, അങ്ങനെ അയാളെ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിന്റെ വാതിലിന്റെ അരികിലേക്ക് നിർത്തും. ഫഇദാ ബലഗ ബാബഹ
فرأى زهرتها وما فيها من النضرة والسرور സ്വർഗത്തിന്റെ വാതിലിന്റെ അരികിൽ നിന്നാൽ ആ സ്വർഗത്തിന്റെ ഉള്ളിലുള്ള സന്തോഷം അയാൾ കണ്ടു കഴിഞ്ഞാൽ, അതിന്റെ ഉള്ളിലുള്ള ആളുകൾ അനുഭവിക്കുന്ന നന്മകൾ അയാൾ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് ക്ഷമിക്കാൻ സാധിക്കുകയില്ല. ഫയസ്കുതു മാ ഷാ അല്ലാഹു അൻ യസ്കുത്, അല്ലാഹു ഉദ്ദേശിക്കുന്നത് വരെ അയാൾ മിണ്ടാതിരിക്കും. ഫയഖൂലു യാ റബ്ബി അദ്ഖിൽനിൽ ജന്ന, അങ്ങനെ അയാൾ പറയും, അല്ലാഹുവേ നീ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം. അയാൾ നരകത്തിൽ നിന്ന് തിരിഞ്ഞു നിന്നു. ചില റിവായത്തുകളിൽ ഇതിനേക്കാൾ സുദീർഘമായി വന്നതായി കാണാം. സ്വർഗത്തിന് മുന്നിലുള്ള മരത്തിന്റെ അരികിൽ അയാൾ നിൽക്കും. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് സ്വർഗത്തിന്റെ വാതിലിൽ എത്തിക്കഴിഞ്ഞാൽ അയാൾ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ നീ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, വൈഹക യബ്ന ആദം മാ അഗ്ദറക്, മനുഷ്യ നീ എത്ര വലിയ വഞ്ചകനാണ്, നിനക്ക് നാശമുണ്ടാകട്ടെ, നീ എത്ര വലിയ വഞ്ചകനാണ്, എത്രമാത്രം വലിയ കരാറുകളാണ് നീ ഞാനുമായി നടത്തിയത്. അലൈസ ഖദ് അഅതൈത അൽ-ഉഹൂദ വൽ മീസാഖ് അല്ലാ തസ്അല ഗൈറ അല്ലദീ ഉഅതീത, നിനക്കിപ്പോൾ നൽകിയതല്ലാതെ മറ്റൊന്നും നീ ചോദിക്കുകയില്ല എന്ന് നീ എന്നോട് പറഞ്ഞതല്ലേ. അപ്പോൾ അയാൾ പറയും, യാ റബ്ബി ലാ തജഅൽനി അഷ്ഖാ ഖൽഖിക, അല്ലാഹുവേ നീ എന്നെ ഒരിക്കലും നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ദൗർഭാഗ്യവാനാക്കി മാറ്റരുത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയൽഹഖു അല്ലാഹു അസ്സ വജല്ല മിൻഹു, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളോട് ചിരിക്കും. ثم يأذن له في دخول الجنة, പിന്നീട് അയാൾക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ അനുമതി നൽകും. എന്നിട്ട് പ്രവേശിക്കുന്നതിന് മുൻപ് അയാളോട് അല്ലാഹു പറയും, തമന്ന, നീ ആഗ്രഹിച്ചുകൊള്ളുക. ഫയതമന്ന حتى إذا قطع أمنيته قال الله عز وجل من كذا وكذا, അയാളോട് അല്ലാഹു പറയും, നീ ആഗ്രഹിച്ചുകൊള്ളുക. അങ്ങനെ അയാൾ പറയും, ഇത് വേണം, ഇത് വേണം. അയാൾ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അയാളുടെ ആഗ്രഹങ്ങൾ അവസാനിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അയാളോട് പറയും, ഖദാ, നിനക്കിത് വേണ്ടേ, നിനക്കിത് വേണ്ടേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. അഖ്ബല യുദക്കിറുഹു റബ്ബുഹു, അവന്റെ റബ്ബ് അവനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ഹത്താ ഇദ ഇൻതഹത് ബിഹിൽ അമാനി, അങ്ങനെ അവന്റെ ആഗ്രഹങ്ങളെല്ലാം അവസാനിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളോട് പറയും, ലകദാലിക വമിസ്ലുഹു മഅഹ്, നിനക്ക് നീ ചോദിച്ചതെല്ലാം ഉണ്ട്, അതിനോടൊപ്പം അതിന്റെ ഇരട്ടിയുമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളോട് പറയും. ചില റിവായത്തുകളിൽ കാണാം, അങ്ങനെ അയാൾ സ്വർഗത്തിന്റെ ഉള്ളിലേക്ക് പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സ്വർഗത്തിന്റെ ഉള്ളിലേക്ക് പോകും. അവിടെ പോയി കഴിഞ്ഞാൽ അയാൾക്ക് കയറാൻ ഒരു സ്ഥലം പോലും ബാക്കിയുള്ളതായി അയാൾ കാണുകയില്ല. എല്ലായിടത്തും ആളുകൾ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, സ്ഥലമില്ല, തീർത്തും സ്ഥലമില്ല. അങ്ങനെ അയാൾ തിരിച്ചു വരും. അള്ളാഹുവിന്റെ അടുക്കൽ വന്ന് പറയും, യാ റബ്ബി അഖദന്നാസു മനാസിലഹും, അള്ളാഹുവെ ജനങ്ങൾ അവരുടെ സ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞിരിക്കുന്നു, എനിക്കവിടെ സ്ഥലം കാണുന്നില്ല. അള്ളാഹു പറയും, നീ തിരിച്ചു പോവുക, നിനക്ക് നീ ചോദിച്ചതും അതിന്റെ 10 ഇരട്ടിയുമുണ്ട്. അയാൾ വീണ്ടും തിരിച്ചു പോകും, സ്വർഗം നിറഞ്ഞതായി കാണും, വീണ്ടും തിരിച്ചു വരും. അങ്ങനെ 3ാമത്തെ തവണ അയാൾ പറയും, അള്ളാഹുവെ നീ അങ്ങേയറ്റം പ്രതാപവാനാണ്, നീ അങ്ങേയറ്റം ഇസ്സത്തുള്ളവനാണ്, ഏറ്റവും താഴ്ന്നവനായ ഈ അടിമയെ നീ പരിഹസിക്കുകയാണോ? അപ്പോൾ അള്ളാഹു അയാളോട് ചിരിക്കും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളോട് പറയും, നിനക്ക് ദുനിയാവും അതിന്റെ 10 ഇരട്ടിയുമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളോട് പറയും. അവസാനമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നയാളാണ് ഇയാൾ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള നിഅമത്തുകൾ എത്ര